Hi guys, so from today onwards we are going to start to study the signals and systems. Yesterday morning we were discussing slightly about what is a signal as well as what is a system, right? But in this class we are going to mathematically define what is a signal, and we are going to look into some of the details about the signals actually, the classifications and some of the important characteristics of it and the process which we can do along with the signals, those things. Very interesting class, okay? And at the same time, once after the introduction of the signals, I will be introducing you the concepts of doing some problems in the signals. So first we will be looking into the theory of the signals, and then we will be proceeding with some problems that is related with the signals. Then I will introduce you the concept called systems, right? And once after explanation of the systems, as far as what I meant to say is, once I start to explain the theory of about the systems, we will deal with the problems as well, right? അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് a parameter or else a variable or else a function that can be varied with respect to some other parameter or else some other function or some other variable. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ any function that varies with respect to any other function can be a signal actually. അപ്പോൾ ഒവ്വൊരു ആപ്ലിക്കേഷനിലും ഒവ്വൊരു ഫീൽഡിലും ഈ ഡെഫിനേഷൻ സ്ലൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പക്ഷേ മീനിങ് ഒന്നാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് in case if you are an electrical engineer, we can simply call even an electric current or electromagnetic field that can be used to convey data from one place to another as a signal, right? അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോഴേ വോൾട്ടേജ്, പവർ ഫാക്ടർ, ടോർക്ക്, നിങ്ങൾ ലബോറട്ടറിയിൽ നിങ്ങൾ ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡേറ്റയും സിഗ്നലാണ്. ബിക്കോസ് നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, we measured these values with respect to either time or some other parameter. So that's why we can call these things are signal, right? Electric signal നമ്മൾ പറയും. അപ്പോൾ സെയിം സിഗ്നൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്താൽ നമ്മൾ മെഡിക്കൽ സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ മെഡിക്കൽ സിഗ്നൽ, വാട്ട് ഈസ് എ മെഡിക്കൽ സിഗ്നൽ? മെഡിക്കൽ സിഗ്നൽ ഈസ് എ സിഗ്നൽ ദാറ്റ് ക്യാൻ convey some vital informations about how effectively our organ is functioning inside to the doctor so that he can give the treatment, അല്ലേ? ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൊറോണ വൈറസ് നമ്മൾ എങ്ങനെയാണ് ഡോക്ടർ ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത് മറ്റേ ലങ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ലങ്സിൽ അവർ എക്സ്റേ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കും, പിന്നെ ലങ്സ് എത്ര എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, വേറെ സ്പൈറോമീറ്റർ, അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ലങ്സിൻ്റെ എഫക്റ്റീവ്നെസ് അവർ നോക്കും. അപ്പോൾ അതിൽ ഉറപ്പായിട്ട് ഒരു ഫിസിയോളജിക്കൽ സിഗ്നൽ മീൻസ് ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഒരു സിഗ്നൽ, ഒരു ഫിസിയോളജിക്കൽ സിഗ്നൽ ദാറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈമോ അല്ലെങ്കിൽ ദാറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഹാർട്ട് റേറ്റോ, അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയേഷൻ അവർ ആക്ച്വലി ടാബ്ലേറ്റ് ചെയ്യും. ആ ടാബ്ലേഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് വരച്ചാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്നൽ. അപ്പോൾ ഇതുപോലെ എല്ലാ ഫീൽഡിലും കുറേ സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ സിഗ്നലായിട്ട് നമ്മൾ കാണിക്കാൻ പറ്റാത്ത ഒരു ഡേറ്റ ലോകത്തിൽ ഇല്ല. കാരണവശാൽ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ ചെയ്തു, ഒറ്റ ഒബ്സർവേഷൻ നിങ്ങൾ എടുത്തു, ഇത് ടൈമെന്ന് വെച്ചോ, ഇത് ഒരു വോൾട്ടേജ് എന്ന് വെച്ചോ, ഇതും സിഗ്നലാണ്. ബിക്കോസ് ദിസ് ഐ ഹാവ് അബ്സർവ്ഡ് വൺ ഡേറ്റ ഓൺലി, ദിസ് ഐ ഹാവ് അബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഓക്കെ അല്ലേ? അപ്പോൾ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഗേവ് മീ വൺ പർട്ടിക്കുലർ ഡേറ്റ. അപ്പോൾ ഇങ്ങനെ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്യുമ്പോളേ ഇങ്ങനെ കുറേ പോയിന്റുകൾ എനിക്ക് കിട്ടി. ഇതെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തെടുത്താൽ ദിസ് ഇസ് നത്തിങ് ബട്ട് എ സിഗ്നൽ അഗെയിൻ. ഇപ്പോൾ 2 പോയിന്റ് കിട്ടിയാലും അതും സിഗ്നലാണ്, എല്ലാം സിഗ്നലാണ്, ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ലൈക്ക് ഓൾറെഡി നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ക്ലിയർ ആയിട്ട് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രോയിങ് ഇറ്റ് ആസ് എ സിഗ്നൽ. ലുക്ക്, സെയിം എക്സ്പെരിമെൻറ്റ് നമ്മൾ ലാബിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? വോൾട്ടേജ് വിസസ് ടൈം ഇങ്ങനെ ഇട്ടിട്ട് 221 219 210 215 ഇങ്ങനെ കുറേ നമ്മൾ വേരി ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം മേ ബി ലൈക്ക് 10 മില്ലി സെക്കൻഡ് 20 മില്ലി സെക്കൻഡ് 40 മില്ലി സെക്കൻഡ് ഇങ്ങനെ കുറേ നമ്മൾ ടൈമിനെ വേരി ചെയ്ത് ഈ വോൾട്ടേജ് നമ്മൾ ഒബ്സർവ് ചെയ്യുമെന്ന് വെച്ചോ. ജസ്റ്റ് ഒരു ഇമാജിനേറ്റീവ് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് ഒരു 10 ഡേറ്റ മീൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ടൈം വേരി ആവുമ്പോൾ എങ്ങനെയാണ് ഈ വോൾട്ടേജ് വേരി ആവുന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 10 ഡേറ്റ അല്ലാതെ 1 മില്യൺ ഡേറ്റ ആണ് വെച്ചോ. Then observing the characteristics of this voltage with respect to time is going to be extraordinarily difficult.
right? അപ്പോൾ ഈ tabulation column ഉറപ്പായിട്ട് വർക്ക് ചെയ്യില്ല അല്ലേ? So what I am trying to say is this will not work every time. So ആ സമയത്തിലാണ് നമുക്ക് ഇത് ആവശ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can easily observe and understand the phenomena which is underlying. So സിഗ്നലിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് സിഗ്നൽ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫോഴ്സും ടാർക്കും ഇങ്ങനെ ഞാൻ കുറേ കാണിച്ചു തന്നിട്ടുണ്ട്. ഫോഴ്സും ടാർക്കും ഇഷ്ടംപോലെ സിഗ്നലുണ്ട്, റൈറ്റ്? നിങ്ങൾ ഇതുവരെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് എല്ലാം സിഗ്നലാണ്. ബിക്കോസ് എവറി സിംഗിൾ വേരിയബിൾ വാസ് വേരിങ് വിത്ത് റെസ്പെക്ട് ടു അനദർ സിഗ്നൽ. ഈവൻ ഇതുണ്ടല്ലോ ഡിജിറ്റൽ ഇമേജ്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, സെൽഫി വീഡിയോസ് എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം സിഗ്നലാണ്. ബിക്കോസ് വാട്ട് ഈസ് ഇമേജ്? Image can be represented as a two-dimensional function f of x comma y എന്ന് വെച്ചോ. അപ്പോൾ x എന്ന് പറയുന്നത്, let me rub this, wait. അപ്പോൾ ഇതിൽ f of x comma y അല്ലേ? അപ്പോൾ f of x comma y എന്ന് പറയുന്നത് ഇമേജ് എന്ന് വെച്ചോ. ബിക്കോസ് ഇമേജ് ഇസ് എ two-dimensional ഫംഗ്ഷൻ ആണ്. ഇത് ഒരു കോർഡിനേറ്റ് ആണ്, ഇത് ഒരു കോർഡിനേറ്റ് ആണ്, x എന്ന് വെച്ചോ, ഇത് y എന്ന് വെച്ചോ. അപ്പോൾ ഇമേജിൽ കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ സേവ് ആവും. So as I was mentioning in my previous slide, here you see we have observed a lot of data that varies with respect to time, right? So voltage versus current, right? So instead of putting a tabulation column, we have drawn this, right? So very simple. Here also I think this is climate data that is rainfall in inches ആണ്. rainfall in inches, y axis rainfall in inches ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, y ആക്സിസിൽ, x ആക്സിസിൽ നമ്പർ ഓഫ് മന്ത്സ് ആണ്, 12 months ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റെയിൻഫാൾ വിസസ് മന്ത് ഇത് നമ്മൾ അബ്സർവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഗിവിംഗ് മീ എ ഡേറ്റ ആൻഡ് ദിസ് ഓൾസോ വി ക്യാൻ ഡ്രോ ഇറ്റ് ആസ് എ signal. This gives me lot of information to process, right? So idum or example aanu. Next one, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ ഞാൻ കളക്ട് ചെയ്തത്. സിനിമാക്സ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ, നമ്മളുടെ കേരളയിലുള്ള തിയേറ്ററിൽ ദൃശ്യം മൂവിൻ്റെ കളക്ഷൻ ആണ്. ദൃശ്യം മൂവിൻ്റെ കളക്ഷൻ സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, അങ്ങനെ ലൈക്ക് അതിൻ്റെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ ദിസ് ഇസ് ഇൻ ടേംസ് ഓഫ് റുപ്പീസ്, 900,000 rupees in terms of weeks ആണ്. As you can see, these are nothing but observation points ആണ്. ഇതൊക്കെ points ആണ്, ഇതൊക്കെ in terms of money ആണ്. ഓക്കെ അല്ലേ? ബട്ട് ദാറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ വീക്ക് അല്ലേ? അപ്പോൾ ഇതിന് സ്മൂത്ത് ആയിട്ട് നമ്മൾ ഒരു ഗ്രാഫ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ദിസ് പർട്ടിക്കുലർ തിങ് ഇസ് കോൾഡ് എ സിഗ്നൽ. സോ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അബ്സർവ് informations that cannot be readily understandable in the original form. ഒറിജിനൽ ഫോമിൽ നമ്പേഴ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഒറിജിനൽ നമ്പറിൽ നമുക്ക് കിട്ടാത്ത ചില ഇൻഫർമേഷൻസ് പെട്ടെന്ന് നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റും സിഗ്നലിൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആസ് ഐ ടോൾഡ് earlier, the future totally depends upon smart systems actually. ഈ സ്മാർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ so mostly you see ഇതുണ്ടല്ലോ നമ്മുടെ മൊബൈലിൽ തന്നെ previously we used to lock it using numbers only. ഇപ്പോൾ nowadays we are using fingerprint. അപ്പോൾ fingerprint recognition പറയുന്നത് എന്താ? അതും ഒരു ഇമേജ്, അതും ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ബിക്കോസ് അതിൽ ഫിംഗർ പ്രിന്റ് നമ്മൾ ഇമേജ് ആയിട്ട് ക്യാപ്ചർ ചെയ്യും. ഇമേജ് എന്ന് പറയുന്നത് എന്താ? ഇമേജ് ഇസ് നത്തിങ് ബട്ട് എ സിഗ്നൽ. ബിക്കോസ് നമ്മൾ നോക്കിയായിരുന്നു എഫ് ഓഫ് എക്സ് കമ വൈ ആണ് ഇമേജ്. അപ്പോൾ അടുത്ത് വേറെ ഇപ്പോൾ ലേറ്റസ്റ്റ് മൊബൈൽസ് ഒക്കെ ഫേസ് റെക്കഗ്നിഷൻ ആണ് പറഞ്ഞത്. ഫേസ് എന്ന് പറയുന്നത് എന്താ? ഇമേജ് ആണ്. ഇമേജ് മീൻസ് എഫ് ഓഫ് എക്സ് കമ വൈ. അപ്പോൾ ഒരു ലൈക്ക് നമ്മൾ ആൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ അതിൽ ഇമേജിൽ ലൈക്ക് എക്സ് കമ വൈ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. ആ എക്സ് കമ വൈയിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പിക്സൽ അത് നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കും. സോ ദാറ്റ് ആൾസോ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ കോർഡിനേറ്റ്സ് ആക്ച്വലി. സോ അതും ഒരു ടൈപ്പ് ഓഫ് ദ സിഗ്നൽ ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രസന്റ് ഫീൽഡുകളിൽ എല്ലാം ലൈക്ക് ടോട്ടലി ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിഗ്നൽസ് ഓൺലി. ഇൻ വൺ വേ ഓർ അതർ അവർ സ്മാർട്ട് സിസ്റ്റംസ് ആർ ഡിപ്പെൻഡിങ് അപ്പോൺ സിഗ്നൽസ്.
even military applications are also there, seismological applications are there, and satellite image processing. അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ഇപ്പോൾ നമ്മൾ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യാത്ത ഒരു സ്ഥലം ഒന്നുമില്ല, ഒട്ടുമില്ല. So even നമ്മൾ you might have heard about this one, driverless car. In driverless car what kind of technology they are using? They are two important things ആണ്. ഒന്ന് obstacle detection ആണല്ലേ. അപ്പോൾ obstacle detection എന്ന് പറയുന്നത് ഉറപ്പായിട്ട് they must be using some real time video processing അല്ലേ. അപ്പോൾ real time video processing അതിലുണ്ട്. വീഡിയോ എന്ന് പറയുന്നത് എന്താ? വീഡിയോ is nothing but a series of accumulation of images. അപ്പോൾ അത് സിഗ്നലായി അല്ലേ, ബിക്കോസ് അവിടെ intensity varies with respect to time ആണ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് or intensity of that image varies with respect to time ആണ്. അപ്പോൾ അതും സിഗ്നലായി. അപ്പോൾ ലൈക്ക് എവിടെ നോക്കിയാലും സിഗ്നൽ ആണ്. And as far as the exam is concerned, I have given you some list. The control applications, network analysis, communications, audio and speech processing. For speech processing എന്ന് പറയുന്നത് say for example നിങ്ങളുടെ മൊബൈലിലെ വോയിസ് ലോക്ക് ഉണ്ടെന്ന് വെച്ചോ. വോയിസ് വെച്ച് മൊബൈൽ ലോക്കും ചെയ്യാം, ഓണും ചെയ്യാം, ഓഫും ചെയ്യാം. അപ്പോൾ നമ്മളിത് ആൾറെഡി കണ്ടിട്ടുണ്ട്. അലക്സ എന്ന് പറഞ്ഞ ഒരു Amazon introduce ചെയ്തിട്ടുണ്ടല്ലോ. വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ്, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ്, യു ക്യാൻ റൺ ദ ഫാൻ, ഗേസർ റൺ ചെയ്യാം, AC-നെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. എല്ലാം വോയിസ് ബേസ്ഡ് കമാൻഡ്സ് ആണ് ഈ അലക്സ എന്ന് പറയുന്ന സംഭവത്തിൽ. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നെറ്റിൽ നിങ്ങൾ നോക്കാം. അലക്സ വോയിസ് കമാൻഡ് ഇട്ടാൽ മതി. Amazon they are selling it now, right? ഈവൻ MG എന്നൊരു കാർ വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് കാർ MG. ആ MG കാറിൽ ടോട്ടലി വോയിസ് ബേസ്ഡ് കമാൻഡ്സ് ആണ്, എല്ലാം വോയിസ് ബേസ്ഡ് കമാൻഡ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ മൊത്ത കാറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ അവർ എങ്ങനെയാണ് സാധിക്കുന്നത്? ഹൗ ദേ ആർ ഇംപ്ലിമെന്റിങ് ഓൾ ദീസ് തിങ്സ്, ഹൗ ദേ ആർ ഇംപ്ലിമെന്റിങ് ഓൾ ദീസ് സ്മാർട്ട് സിസ്റ്റംസ് ജസ്റ്റ് ബൈ പ്രോസസിങ് ദ സിഗ്നൽസ്, റൈറ്റ്? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, സിഗ്നലിന്റെ ഡെഫിനിഷൻ ആൻഡ് സിഗ്നലിന്റെ ഇമ്പോർട്ടൻസ്, വൈ സിഗ്നൽ ഈസ് ഇമ്പോർട്ടൻ്റ് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ മേജർ അപ്ലിക്കേഷൻസ് ബ്രോഡായിട്ട് തന്നെ കണ്ടു, ലൈക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഒന്നും നോക്കിയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ജനറൽ ലേ ഔട്ട് ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു, എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എടുത്തോ. ലുക്ക്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രം എക്സാമ്പിൾ തരുള്ള. അങ്ങനെ ഞാൻ തന്നു കഴിഞ്ഞാൽ യു മൈ നോട്ട് സ്റ്റാർട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനെ വെറൈറ്റി ഓഫ് എക്സാമ്പിൾസ് തരുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈക്ക് മറ്റ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു. ഒരു ഫ്ലൂട്ട് എന്ന് വെച്ചോ. ഫ്ലൂട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സോ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൽ എയർ പ്രഷറാണ് അല്ലേ, എയർ പ്രഷറാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു അടിപൊളി മ്യൂസിക്കാണ്, സുന്ദരമായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ വേരിയേഷൻ ചിലപ്പം ഇങ്ങനെ ഉണ്ടാവും. ഇമാജിനേറ്റീവ് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ദിസ് പർട്ടിക്കുലർ സിസ്റ്റം ഡിറ്റർമൈൻസ് ഹൗ ദ ഔട്ട്പുട്ട് ഷാൽ ലുക്ക്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, say for example in day 1 you are purchasing a 500 rupees flute. A 500 rupees flute വെച്ചിട്ട് നിങ്ങൾ അത് ലൈക്ക് എയർ പ്രഷർ കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ വായു വെച്ചിട്ട് നമ്മൾ ഊതുന്നുണ്ട് അതിൽ. അപ്പോൾ ഇൻപുട്ട് വേരി ആകുമ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ അത് കേട്ടു, നല്ലൊരു മ്യൂസിക് കിട്ടി. day 1 ഗുഡ് മ്യൂസിക്. പക്ഷേ day 2 you have bought 20,000 rupees ഫ്ലൂട്ട് ആണ്. 20,000 rupees വർത്തുള്ള ഒരു ഫ്ലൂട്ട് ആണ്. സെയിം ഫ്ലൂട്ടില് സെയിം ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, സെയിം ഇൻപുട്ട്. ഓക്കെ അല്ലേ? പക്ഷേ ഈ സമയത്തിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഈ മ്യൂസിക് നമുക്ക് കേൾക്കുന്നുണ്ട്. So we can observe that music has been increased. Music's quality, the quality of the music has been increased, and the quality of the music depends upon two important criteria. Two important criteria. One, the input, of course. Second, system. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻപുട്ട് മാത്രമല്ല, സിസ്റ്റം കൂടിയാണ്.
That is the major reason we are studying both signals and systems together. നമ്മൾ ലൈക്ക് യൂണിവേഴ്സിറ്റി ഇങ്ങനെ തീരുമാനിച്ചു സിഗ്നൽസ് ഈ പ്രാവശ്യം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം സിസ്റ്റംസ് പഠിക്കണം, അങ്ങനെ വയ്ക്കില്ല. ലോകത്തിൽ എവിടെ പോയാലും രണ്ടും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദ റീസൺ ഇസ് ഇതാണ്. അപ്പോൾ സിഗ്നലിന്റെ ക്വാളിറ്റി, സിഗ്നലിന്റെ കണ്ടന്റ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് സിസ്റ്റമാണ്, ഇൻപുട്ട് മാത്രമല്ല സിസ്റ്റവുമാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ മേജർ റീസൺ വി ആർ സ്റ്റഡിങ് സിഗ്നൽസ് ആസ് വെൽ ആസ് സിസ്റ്റംസ് ബോത്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിഗ്നൽസിനെ കുറിച്ച് നോക്കാം, അതിനുശേഷം സിസ്റ്റംസിനെ കുറിച്ച് നോക്കാം. ആസ് ഐ ടോൾഡ് ആക്ച്വലി ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ സിഗ്നൽസിന്റെ തിയറി നോക്കാം. തിയറി നോക്കിയ ശേഷം ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ 1 hour തിയറി എന്ന് വെച്ചോ, 1 hour തിയറി കഴിഞ്ഞ ശേഷം ഒരു 1 hour നമ്മൾ പ്രോബ്ലം നോക്കാം. അപ്പോൾ സിഗ്നൽ ഓവർ ആവും. വൺസ് സിഗ്നൽ ഓവർ ആയ ശേഷം നമ്മൾ വീണ്ടും സിസ്റ്റം പഠിക്കാം. സിസ്റ്റം അതുപോലെയാണ്, ഫസ്റ്റ് തിയറി ആൻഡ് ദെൻ ദ പ്രോബ്ലം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ദ സിഗ്നൽ. So what are the types of the signal? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആസ് ഫാർ ആസ് എക്സാം ഇസ് കൺസേൺ. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, റൈറ്റ്? അപ്പൊ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം ഒരു ടൈപ്പ് ഉണ്ട്. മൂന്നാമത്തത് പീരിയോഡിക് ആൻഡ് എ പീരിയോഡിക് ഒരു ടൈപ്പ് ഉണ്ട്. ഫോർത്ത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ, എനർജി സിഗ്നൽ ആൻഡ് പവർ സിഗ്നൽ. ഇത് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. എക്സാമ്പിള് എങ്ങനെ ചോദിക്കും മീൻസ് റൈറ്റ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ദ സിഗ്നൽ, അങ്ങനെ ചോദിക്കും. റൈറ്റ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ദ സിഗ്നൽ അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേ ബി എനർജി സിഗ്നൽ, ഡിഫൈൻ എനർജി സിഗ്നൽ, പവർ സിഗ്നൽ ചോദിക്കും. രണ്ടാമത്തത് ചിലപ്പോൾ മേ ബി ലൈക്ക് എക്സ്പ്ലെയിൻ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ ചോദിക്കും. അങ്ങനെ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ട് ചോദിക്കും. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടൈപ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1 by 1 ആയിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ എ കണ്ടിന്യൂസ് വാല്യൂഡ് CT സിഗ്നൽ. ഇതിന്റെ വൺ മോർ നെയിം അനലോഗ് ആണ്. ഓക്കെ അല്ലെ, അനലോഗ് സിഗ്നൽ ആണ്. അപ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ്ലി. ഓക്കെ, ദർ വോണ്ട് ബി എനി there won't be break in the in between values. But at the same time this is called a discrete signal because here you see there is a gap actually. So in between the signal is not defined അങ്ങനെയും പറയാം, അല്ലെങ്കിൽ in between the signal does not exist. അതായത് ലൈക്ക് ഇവിടെ ഒരു ഡേറ്റ ഉണ്ട്, ഇവിടെ ഒരു ഡേറ്റ ഉണ്ട്, ഇവിടെ അനദർ ഡേറ്റ ഉണ്ട്, ഇടയ്ക്കുള്ള ഡേറ്റ നോട്ട് ഡിഫൈൻഡ് ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ വാട്ട് വി ഗെറ്റ് ഇസ് സീരീസ് ഓഫ് ഇങ്ങനെ പോയിന്റ്സ് മാത്രമാണ്. ഈ പോയിന്റ്സിന് ഒരുമിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡെഫിനിഷൻ ഇല്ലാത്തത് കൊണ്ട് we can draw something like this and we call this as discrete data. ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, ഡിസ്ക്രീറ്റ് ഡേറ്റാവും ഡിജിറ്റൽ ഡേറ്റാവും ഒന്നല്ല. ഓക്കെ അല്ലെ, ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കും. ചിലർ പറയും ഡിസ്ക്രീറ്റും ഡിജിറ്റലും ഒന്നാണ്. ഡിസ്ക്രീറ്റും ഡിജിറ്റലും ഒന്നല്ല. ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് വൺസ് ആൻഡ് സീറോസ് ആണ്. 1 0 sorry 1 again 1 0 ഇതാണ് ഡിജിറ്റൽ ഡേറ്റ. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ആർ ഡൗൺലോഡിങ് സം സോങ്സ് ഇൻ യുവർ മൊബൈൽ. ആ സോങ്സ് ഒക്കെ MP3 സോങ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ സോങ്സ് ഒക്കെ ഈ പാറ്റേണിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ആസ് യു നോ കമ്പ്യൂട്ടർ ഓർ എൽസ് ചിപ്പ് ഓർ എൽസ് പ്രോസസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഡിജിറ്റൽ ഡേറ്റ. അപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ, ദിസ് ഇസ് അനലോഗ് സിഗ്നൽ അല്ലേ, ഇത് ഒരു നമ്മൾ ഇപ്പൊ തൽക്കാലം ഇത് ഒരു ഓഡിയോ എന്ന് വെക്കാം. ഒരു നല്ല ഒരു അടിപൊളി MP3 ആണ്. ഈ ഓഡിയോന് ഫസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ട്. Then from discrete again we have to convert it into digital. Then only this particular data can be this particular song can be stored in a mobile phone or can be stored in a PC computer, right? അപ്പോൾ ഇതിൽ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. We can call it as deterministic
handwriting ഒന്നും പറഞ്ഞല്ല. Deterministic or non-deterministic. Non-deterministic. അപ്പോൾ deterministic signal means we can express that kind of signal as an in the form of equation. അപ്പോൾ നമ്മൾ കൊണ്ട് ഏതെങ്കിലും ഫങ്ഷൻസിയോ ഏതെങ്കിലും ഒരു വേരിയബിൾസ് യൂസ് ചെയ്ത് ഇങ്ങനെ മാത്തമെറ്റിക്കലായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ മീൻസ് ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഒരു ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ഒരു ഈക്വേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ സിഗ്നൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ദ റീസൺ ഇസ് it cannot be predicted. Which cannot be predicted? Non-deterministic signal cannot be predicted. Again, deterministic signal can be further divided into periodic as well as aperiodic. Aperiodic has another name called non-periodic, right? അപ്പോൾ എക്സാമിൽ ഉറപ്പായിട്ട് ഇതുപോലെ ചോദിക്കും, what is a periodic and aperiodic signal? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ you have to answer like this. A signal is said to be periodic if the same content or else if the same signal is repeated over and over and over a period of time. So for example, after a period of cycle, ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം സെയിം സംഭവം തന്നെ again and again റിപ്പീറ്റ് ആയാൽ that particular signal is called periodic signal. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഒരു സിഗ്നൽ വെച്ചോ. ഈ എഫ് ഓഫ് സിഗ്നൽ എന്ന് പറയുന്നത് is equal to എഫ് ഓഫ് എക്സ് പ്ലസ് പി. അപ്പോൾ പി എന്ന് പറയുന്നത് ഒരു പീരിയഡ് ആണ്. ഒരു പീരിയഡ് കഴിഞ്ഞതിന് ശേഷം സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ആവും. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. എഫ് ഓഫ് എക്സ് ഒരു സിഗ്നൽ ആണ്, എഫ് ഓഫ് എക്സ് ആണ്. ഈവൻ ആഫ്റ്റർ എ പീരിയഡ്, ആ പീരിയഡ് എന്ന് പറയുന്നത് ഒരു ടൈം പീരിയഡ് ആണ്. 2πയോ അല്ലെങ്കിൽ പൈയോ അല്ലെങ്കിൽ ഇൻ ഷോർട്ട് ഒരു ടൈമാണ്. ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം സെയിം തിങ് ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്, then this particular thing is called periodic signal. Okay, here you see some examples of the periodic signals I have shown. ഇത് കണ്ട, ഇത് വരെ ഒരു സിഗ്നൽ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ -2t ആണ്, -2t ആണ് ഇന്റർവൽ. ഒരു സിഗ്നൽ ഉണ്ട്, ടൈം പീരിയഡോ അല്ലെങ്കിൽ ഇന്റർവൽ എന്ന് പറയുന്നത് -2t ആണ്. ആൻഡ് ഫ്രം t to 2t again the same thing is getting repeated. Again the same thing is getting repeated. Again the same thing is getting repeated. അപ്പോൾ ഒരു പീരിയഡ്, ആ പീരിയഡ് എന്ന് പറയുന്നത് ഏത് പീരിയഡ് വേണമെങ്കിലും എടുക്കാം. ഇൻ ടേംസ് ഓഫ് പൈ എടുക്കാം, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സം നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സം ടൈം, ഏത് വേണമെങ്കിലും എടുക്കാം. ആ പീരിയഡ് കഴിഞ്ഞതിന് ശേഷം again the same pattern gets repeated. That particular signal is called periodic signal. This is an example, classic example. Look at this. Up to 0 to 2π that signal is varying. Again from 2π to 4π same pattern is repeating again and again. So this is called a periodic signal. This kando, this continuous signal ആണ് അല്ലേ, ഇത് continuous signal ആണ്, analog signal ആണ് അല്ലേ, analog signal. And the same thing I can draw it in a discrete fashion also. ഇത് കണ്ട, like -4 to 0 ഒരു pattern നമ്മൾ observe ചെയ്യുന്നുണ്ട്. sorry -4 to -1 ഒരു പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഗൈൻ 0 to 3 അഗൈൻ സെക്കൻഡ് പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അഗൈൻ 4 to 7. അപ്പോൾ ഇതിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ, അപ്പോൾ n = 4 ആണ്. അപ്പോൾ എവറി 4 ടൈം പീരീഡിൽ സെക്കൻഡ്സ് എന്ന് വെച്ചോ, നമ്മൾ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആക്കാൻ പറ്റും. എവറി 4 സെക്കൻഡ്സ് same thing is repeating again and again. ഇതാണ് പാറ്റേൺ സീക്വൻസ്. ഇത് again and again repeat ആവുന്നുണ്ട്. അപ്പോൾ since it is repeating again and again, this particular thing is called as periodic signal. അപ്പോൾ if a signal is not repeatable once after the period is over, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് സപ്പോസ് നടന്നില്ലെങ്കിൽ that particular signal is called a periodic signal. Simple. The same thing whatever I have explained in my previous slide, I have shown it here as well. Right? So ഇതിൽ ഒന്ന് നോക്കിയാലേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, സ്മോളസ്റ്റ് പീരിയഡ് വിത്ത് വിച്ച് എ സിഗ്നൽ ഇസ് പീരിയോഡിക് ഇസ് കാൾഡ് ഫണ്ടമെന്റൽ പീരിയഡ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് ഇത് ശ്രദ്ധിച്ച് നോക്കിയറിയാം, സെയിം സിഗ്നൽ റിപ്പീറ്റ്സ് ആഫ്റ്റർ എവറി 2t. എവറി 2t കഴിഞ്ഞതിന് ശേഷം സെയിം സിഗ്നൽ ഇസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. അപ്പോൾ ഒരു പീരിയഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് പീരിയഡ്, അടുത്ത പീരിയഡ് അല്ല, ഫസ്റ്റ് ഇനിഷ്യൽ പീരിയഡ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇതുവരെ ടി ആണ്, അടുത്ത് ഇവിടെ നിന്ന് ഇവിടെ ടി ആണ്, അപ്പോൾ മൊത്തത്തിൽ 2t ആണ്. അപ്പോൾ ഈ കേസിൽ ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറയുന്നത് 2t ആണ്.
and its corresponding frequency is called fundamental frequency. Everybody knows that 1 by time is directly proportional to frequency. അപ്പോൾ ഫണ്ടമെന്റൽ പീരിയഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കണം എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. So just I have told in my previous slide, okay, so this is fundamental frequency, and in case if the period is capital T, the fundamental frequency is 1 by T. Angular frequency nu parayanathu, it's 1 period 2 pi by T. This is called angular frequency, right? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ സെയിം എക്സ്പ്ലനേഷൻ ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ ഡിസ്ക്രീറ്റ് കേസ് ഓൾസോ. Look, most of the explanations, okay, most of the explanations apply for discrete case also. So ഞാൻ ചില explanation ഇങ്ങനെ analog function വേണ്ടി ഞാൻ explain ചെയ്താലേ it automatically applies to discrete also, unless or otherwise I tell you. ചില കേസുകളിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ കേസ് ഞാൻ പറയാം, ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ even though I am not explaining it in the class, it is understood that same explanation applies to discrete case as well, right? ഞാൻ അപ്പോൾ പറഞ്ഞതുപോലെ ഇത് വേറൊരു ടൈപ്പാണ്. ഞാൻ പറഞ്ഞു ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് അല്ലേ. ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണ് ഇത്, റാൻഡം സിഗ്നൽ. ഈ റാൻഡം സിഗ്നൽ വി cannot write it in terms of equation like 2 plus x of t ഇങ്ങനെ നമ്മൾ എഴുതാൻ പറ്റില്ല. ഒരു മാത്തമെറ്റിക്കൽ ഈക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതാൻ പറ്റില്ല. അതാണ് റാൻഡം സിഗ്നൽ. പെട്ടെന്ന് ഇങ്ങനെ ചാടി വന്ന് കളയാം. ഫോർ എക്സാമ്പിൾ എനി ടൈപ്പ് ഓഫ് നോയ്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം സിഗ്നൽ ആണ്. ആൻഡ് ഇതിൽ കണ്ടോ നമ്മളുടെ സ്പീച്ച് ഉണ്ടല്ലോ, സ്പീച്ചും ഇതാണ് ലൈക്ക് റാൻഡം സിഗ്നൽ ആണ്. ബിക്കോസ് വി cannot predict what he is speaking, right? അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏത് സിഗ്നൽ ആയാലും ദ പർട്ടിക്കുലർ സിഗ്നൽ ഇസ് കോൾഡ് റാൻഡം സിഗ്നൽ.